രോഗങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മരുന്നുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ തേടുന്നതാണ് പലർക്കും താല്പര്യം. പ്രായമായവരിലും ചെറുപ്പക്കാരിലും ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ. ഇത് കരളിന്റെ പല പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തിയേക്കാം. വ്യത്യസ്തമായ കാരണങ്ങൾ മൂലമാണ് പലരിലും ഫാറ്റി ലിവർ കണ്ടുവരുന്നത്. അമിതമായി മദ്യപിക്കുന്നവരിൽ സ്വാഭാവികമായും കണ്ടുവരുന്ന ഒന്നാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ എന്നിവ കാരണം ഉണ്ടാകുന്ന ഒന്നാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഈ രണ്ട് രോഗാവസ്ഥകളും അപകടകാരികളാണ്. എന്നാൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ ഒരു പരിധിവരെ നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഫാറ്റി ലിവർ സുഖപ്പെടുത്തുന്നതിനായി സാധാരണ ഭക്ഷണത്തിനൊപ്പം ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില പാനീയങ്ങൾ പരിചയപ്പെടാം. ഗ്രീൻ ടീ, കോഫി, ബീട്രൂട്ട് ജ്യൂസ് എന്നിവയാണ് ഫാറ്റി ലിവറിനെ സുഖപ്പെടുത്താനായി സഹായിക്കുന്ന 3 പാനീയങ്ങൾ. ഗ്രീൻ ടീയിൽ ആന്റി ഓക്സിഡന്റായ കാറ്റാക്കിൻസ് കരളിലെ എൻസൈമുകൾ മെച്ചപ്പെടുത്തുകയും കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ചെയ്യുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ടീയിലെ ആന്റി ഓക്സിഡന്റുകൾ കരൾ വീക്കം കുറയ്ക്കാനും കരൾ കോശങ്ങളെ കേടുപാടിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും. ഫാറ്റി ലിവർ ബാധിച്ചവർക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു പാനീയമാണ് കോഫി. പതിവായി കോഫി കുടിക്കുന്നത് ഫാറ്റി ലിവർ, ലിവർ ഫൈബ്രോസിസ് എന്നിവ തുടങ്ങിയവയിൽ നിന്നും ഒരു പരിധിവരെ കരളിനെ സംരക്ഷിക്കാവുന്നതാണ്. കോഫി കുടിക്കുമ്പോൾ അതിൽ പഞ്ചസാര ഉപയോഗിക്കുന്നത് കുറച്ചുകൊണ്ട് പകരം തേൻ തുടങ്ങിയ സ്വീറ്റനറുകൾ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് കുറച്ചുകൂടി ഗുണപ്രദമാവുക. ഫാറ്റി ലിവർ സുഖപ്പെടുത്തുന്നതിനായി സഹായിക്കുന്ന മറ്റൊരു പാനീയമാണ് ബീട്രൂട്ട് ജ്യൂസ്. ശക്തമായ ആന്റി ഓക്സിഡന്റായ ബെറ്റാലൈൻസ് ഉള്ളതിനാൽ ഇത് കരൾ കോശങ്ങളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് നിയന്ത്രിക്കുകയും ചെയ്യും. പക്ഷേ ഇതിൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നതിനാൽ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഗുണം ചെയ്യുന്നത്. ഫാറ്റി ലിവർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ 3 പാനീയങ്ങൾ കൂടി ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തി നോക്കൂ. ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ജീവിതശൈലിയിലും ആഹാരത്തിലും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഒരു പരിധിവരെ നമുക്ക് നേരിടാൻ കഴിയും.